പ്രിയമുള്ളവരെ, ഞാൻ PR സുരേഷ് കുമാർ. എല്ലാവരെയും ഞാൻ എൻ്റെ പൂർണ്ണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത് കവിതയോ അല്ലെങ്കിൽ പാട്ടോ ഒന്നുമായിട്ടല്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വിഷയം മറ്റൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ വലിയ വലിയ പ്രഭാഷകന്മാർ, ഈ ജ്ഞാനികൾ ഒക്കെ പറയാറുണ്ടല്ലോ, അതായത് നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കണം, ലീവ് ഇൻ ദ പ്രസൻറ്റ്, അങ്ങനെ പറയാറുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീക്ഷണമുള്ളത്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഭൂതകാലവും ഭാവികാലവും മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ, ചിന്തിച്ച് തുടങ്ങി കഴിയുമ്പോൾ തന്നെ അത് ഭൂതകാലത്തായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്തൊക്കെ പറയുകയാണെങ്കിൽ ആരും വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു സിദ്ധാന്തമായിട്ട് ആരും പറഞ്ഞു കേട്ടായിട്ട് എനിക്കറിയില്ല. എല്ലാവരുടെയും ആശങ്ക നമ്മളുടെ ഭാവിയെ പറ്റിയിട്ടാണ്. നമ്മൾ ഭാവി ശ്രദ്ധിക്കണം, ഇന്ന ആളുമായിട്ട് നമ്മളിങ്ങനെ കൂട്ടുകൂടരുത്, കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി പോവും. ഭാവിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും വലിയ ആശങ്ക ഉള്ളത്. ഭൂതകാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെയാണ്. ഭൂതകാലം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഭാവി ഒരു അനിശ്ചിതമാണ്, അനിശ്ചിതമായിട്ടുള്ള ആ ഒരു കാലത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ വർത്തമാന കാലത്തിൽ ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് തികച്ചും ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർത്തമാനകാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് ഭൂതമായിട്ട് മാറിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഭാവിനെ കരുതണം. നമ്മളിപ്പോൾ ഒരു കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാവി ആണ് എല്ലായിടത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സമ്പാദ്യശീലം തുടങ്ങുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഭാവിയിലേക്ക് ഒരു കരുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടർ 3-4 ദിവസത്തെ മരുന്ന് തരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണത്? നമുക്ക് അസുഖം മാറും, അതൊരു പ്രതീക്ഷയാണ്. ഭാവി എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഭാവിയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം. ഭാവിയെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. ശരിക്കും ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂതകാലത്ത് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പല തെറ്റുകളും അറിഞ്ഞോ അറിയാതെയും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഭൂതകാലത്തെ പറ്റി ചിന്തിച്ചേ മതിയാവുള്ളൂ. വർത്തമാനകാലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ ബോധം ഉണ്ടാകുന്ന ഉടനെ തന്നെ അത് ഭൂതത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഷയത്തെ പറ്റി എന്താണ് നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം? നിങ്ങൾക്ക് ചിലപ്പോൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും വർത്തമാനത്തിൽ ജീവിക്കണം, അങ്ങനെയാണ് ജീവിതം ആസ്വദിക്കണം, അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെയും ഒക്കെ അറിയിക്കുക. നമസ്കാരം.